കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ച് വീണ്ടും ശശി തരൂർ എം പി. സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയെ പ്രകീർത്തിച്ചാണ് ശശി തരൂരിന്റെ ലേഖനം. മോദി സർക്കാരിൻ്റേത് സുരക്ഷയും വികസനവും സമന്വയിപ്പിച്ചുള്ള നടപടിയാണെന്ന് ലേഖനത്തിൽ പറയുന്നു. സർക്കാരിന്റെ ഇരുമ്പ് മുഷ്ടി പ്രയോഗത്തിനൊപ്പം വികസനത്തിന്റെ സാന്ത്വന സ്പർശം കൂടിയായപ്പോൾ ദൗത്യം വിജയിച്ചെന്നും ഇത് തുടരുമെന്നും ശശി തരൂർ പറയുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, വീണ്ടും മോദി പ്രശംസ. കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിച്ച് ശശി തരൂർ എം പി രംഗത്തെത്തിയിരിക്കുന്നു. സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയെ പ്രകീർത്തിച്ചാണ് ഇത്തവണ തരൂരിന്റെ ലേഖനം. എന്തൊക്കെയാണ് വിവരങ്ങൾ? തരൂരിന് നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തിയിട്ടും മതിയാകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്നിപ്പോൾ പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന ലേഖനം, അതിലെഴുതിയ ലേഖനത്തിലാണ് തരൂരിന്റെ പ്രശംസ. പാർട്ടി നിലപാടിന് വിരുദ്ധമായാണ് ശശി തരൂർ ഇപ്പോഴും നരേന്ദ്രമോദി സർക്കാരിനെ പുകഴ്ത്തുന്നത്. മാവോയിസ്റ്റ് വെല്ലുവിളി നേരിടാൻ കെൽപ്പുണ്ടെന്ന് ഇന്ത്യ തെളിയിച്ചു എന്നാണ് തരൂർ പറയുന്നത്. 2013 126 ജില്ലകളിലായി വ്യാപിച്ചു കിടന്ന റെഡ് കോറിഡോർ കഴിഞ്ഞ വർഷത്തോടെ വെറും 11 ജില്ലകളിലേക്ക് ചുരുങ്ങിയെന്നും ഇത് ഇന്ത്യൻ ഭരണകൂടം നേരിടുന്ന നിർണായകമായ വിജയത്തെ സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നരേന്ദ്രമോദി സർക്കാരിനുള്ള ഒരു പിന്തുണ എന്ന രീതിയിൽ കൂടി ഇതിനെ വ്യാഖ്യാനിക്കാം. മാവോയിസ്റ്റ് ഭീഷണി ഇല്ലായ്മ ചെയ്യാൻ UPA സർക്കാർ തുടക്കമിട്ട നടപടികൾക്ക് 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ ആക്കം കൂട്ടി എന്നാണ് പറയുന്നത്. സുരക്ഷയും വികസനവും സമന്വയിപ്പിച്ചുള്ള സമഗ്രവും ബഹുമുഖവുമായ തന്ത്രം മോദി സർക്കാർ നടപ്പിലാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് പാർട്ടിക്ക് വഴങ്ങും എന്ന് തോന്നിപ്പിച്ചിടത്തു നിന്നും നരേന്ദ്രമോദി സർക്കാരിനെ പൂർണ്ണമായും പുകഴ്ത്തുകയാണ് ശശി തരൂർ. യെസ്, ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെ, മോദി സർക്കാരിനെ പ്രകീർത്തിച്ച് മതിയാകുന്നില്ല തരൂരിന്. വീണ്ടും മോദി പ്രശംസ. സർക്കാരിന്റെ മാവോയിസ്റ്റ് വേട്ടയെക്കുറിച്ചാണ് ഇത്തവണ തരൂരിന്റെ ലേഖനം. വിവരം നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്.